ഇപ്പോൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. തങ്ങളുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രാജ്യത്തെമ്പാടും നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യയിലെ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് നിരവധിയായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1, 2 പഞ്ചവത്സര പദ്ധതികൾ കൃഷിക്ക് ആഭിമുഖ്യം കൊടുക്കുന്നതായിരുന്നു. 3-ാം പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ വ്യാവസായിക മേഖലയ്ക്ക് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പരിഷ്കരണം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിലെ ഗവൺമെൻറ് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തു. രാജഭരണകാലത്ത് കൃഷിക്കാവശ്യമായ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വള നിർമ്മാണ കമ്പനി 1943 എറണാകുളം ജില്ലയിലെ ഏലൂരിൽ ആരംഭിച്ചു. 1960 ആകുമ്പോൾ കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് ഈ വളനിർമ്മാണ കമ്പനി ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ 1962 ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് FACTയുടെ വികസനവും കൂടുതൽ വളം നിർമ്മിക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു. FACT എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന പഴയ പേര് തന്നെ നിലനിർത്തിക്കൊണ്ട് ആധുനികവൽക്കരിക്കാനും കൂടുതൽ വളനിർമ്മാണവും ഗവൺമെൻറ് ലക്ഷ്യമിട്ടു. 14.5 ലക്ഷം മെട്രിക് ടൺ വളം അവിടെ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കണം എന്നായിരുന്നു ഗവൺമെൻറ് തീരുമാനിച്ചത്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ബഹുമാന്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും വിദഗ്ധരായ വ്യക്തികളെ, ഉദ്യോഗസ്ഥന്മാരെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിദേശ സർവീസുകളിലും എല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീ MKK നായർ IASനെ ഇതിൻ്റെ MD ആയി നിയമിക്കുകയുണ്ടായി. അദ്ദേഹം MD സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് FACTയുടെ വികസനം കുറേയധികം മുമ്പോട്ട് കൊണ്ടുപോയി. ഏതാണ്ട് 4.5, 5.5, 6 ലക്ഷം മെട്രിക് ടൺ വരെ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ FACT വളർന്നു വരികയുണ്ടായി. എന്നാൽ ഇപ്പോൾ FACTയുടെ പ്രവർത്തനം വേണ്ടത്ര മെച്ചമായി നടക്കാത്തതുകൊണ്ട് വളം ലഭ്യതയില്ല. വളത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നെൽകൃഷിക്ക് വളം വേണം, പച്ചക്കറി കൃഷികൾക്ക് വളം വേണം, നാണ്യവിള ഏലം, റബ്ബർ അടക്കമുള്ള കുരുമുളക് അടക്കമുള്ള നാണ്യവിളകൾക്ക് വളം വേണം. ഫാക്ടംബോസും NPK കൂട്ടുവളങ്ങളും അതോടൊപ്പം തന്നെ യൂറിയായി. പൈനാപ്പിൾ കൃഷിക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഈ യൂറിയ എന്ന് പറയുന്നത്. ഈ വളങ്ങളൊക്കെ കിട്ടാക്കനിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെമ്പാടും വേനൽക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുക. ഈ സമയത്തെ വളക്കടകളിൽ വളമില്ല, വളോൽപാദനം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കാത്തത്. യൂറിയ ഉൽപാദനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം. യൂറിയ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഡോളർ വില അടിസ്ഥാനത്തിലാണ് യൂറിയ ഇറക്കുമതി ചെയ്യുന്നത്. അത്തരം ഒരു കരാറുണ്ടാക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില തകർച്ച ഏറ്റവും കൂടുതൽ കൃഷിക്കാരെയും ദോഷകരമായി ബാധിക്കുന്നു എന്ന സ്ഥിതിവിശേഷമുണ്ട്. യൂറിയയ്ക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വില കയറിയാൽ വേണ്ടത്ര സബ്സിഡി കിട്ടുന്നില്ല. വിലയേക്കാൾ പ്രധാനം ഈ സാധനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. കൃഷി നടക്കണമെങ്കിൽ വളം വേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പലയിടത്തും ജൈവവളം ഉണ്ടെങ്കിൽ ഈ ജൈവവളം മെച്ചപ്പെട്ടതല്ല. ജൈവവളം ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ ഏതെങ്കിലും വെട്ടിക്കൂട്ട് സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഫലമായി കൃഷിക്കാരന് കൃഷിനാശമാണ് ഉണ്ടാകുന്നത്. ഗുണമേന്മയില്ലാത്ത വളങ്ങളാണ് പല വളക്കമ്പനികളും കൊടുക്കുന്നത്. അതിൻ്റെ ഫലമായി കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ നിന്നുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ
കൊണ്ടുവരുന്ന വളങ്ങളും അവരുടെ വിത്തുകളും ഉപയോഗിച്ച് നടക്കുന്ന കൃഷികൾ വലിയ തോതിൽ കർഷകർക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാല സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പഞ്ചാബിലും എല്ലാം ഈ നാശം നെൽകർഷകർക്കും ഗോതമ്പ് കർഷകർക്കും പരുത്തി കർഷകർക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വളങ്ങൾ കിട്ടാനില്ല, വളങ്ങൾക്ക് വലിയ വിലയാണ്. വളങ്ങൾക്ക് നിശ്ചിത വില നിശ്ചയിച്ച് കൊടുക്കുന്നതിനുള്ള നിയമപ്രകാരമായ നടപടിയൊന്നുമില്ല. വളം ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ വൻതോതിലുള്ള വില വാങ്ങുകയാണ്. 5 വർഷത്തിനിടയിൽ 50 കിലോഗ്രാം യൂറിയയ്ക്കുണ്ടായ വിലക്കയറ്റമെന്ന് പറയുന്നത് 650 നിന്ന് 1490 രൂപയായിട്ടുള്ള വിലക്കയറ്റമാണ് ഉണ്ടായത്. മറ്റ് വളങ്ങൾക്കും ഇതുപോലെ വിലക്കയറ്റമുണ്ടായിട്ടുണ്ട്. അത് വൻതോതിലുള്ള വിലക്കയറ്റം കൃഷിച്ചെലവിനെ വർദ്ധിപ്പിക്കുന്നതാണ്. കൃഷിച്ചെലവ് വർദ്ധിച്ചാൽ കൃഷിക്കാരന് ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടാതെ വന്നാൽ കൃഷി ഒരു നഷ്ടമാകും. കൃഷി നഷ്ടമായാൽ കൃഷി ഉപേക്ഷിക്കും. ഏത് തൊഴിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്നവന് വില നിശ്ചയിക്കാൻ അവകാശമില്ല. കാർഷിക മേഖലയിൽ വ്യവസായിക്കാണ് വില നിശ്ചയിക്കാൻ അവകാശമുണ്ട്. റോ മെറ്റീരിയൽസ് വാങ്ങുന്ന ഉൽപ്പാദക മുതലാളി, ഫാക്ടറി ഉടമ വാങ്ങുന്ന റോ മെറ്റീരിയൽസിന് കുറഞ്ഞ വില കൊടുക്കും. എന്നാൽ അതിൻ്റെ ഉൽപ്പന്നത്തിന് വലിയ വില ഈടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാ രംഗത്തും കാർഷിക മേഖലയിലെ കൃഷിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിൽപ്പെട്ടതാണ്. ഇവിടെ പ്രധാനമായി നമ്മളിപ്പോൾ പറയുന്നത് കൃഷിക്കാവശ്യമായ വളങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെൻറ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. വളത്തെ സംബന്ധിച്ചോളം അതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ് അല്ല. കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കർഷക വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇതുപോലുള്ള ദുരിതം വന്നിട്ടുള്ളത്. ഗവൺമെൻറ് ആ സമീപനം തിരുത്തിയെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയൂ. കൃഷി നന്നായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ 66% ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് തന്നെ തൊഴിൽ ലഭ്യമാകുന്ന മേഖലയാണ് കാർഷിക മേഖല. 46% ഇന്ത്യയിലെ ആളുകൾ കൃഷിക്കാരാണ് എന്നതാണ് കണക്ക്. 16.9 എന്ന് പറയുന്നതാണ് GDPയിൽ കാർഷിക മേഖലയുടെ സംഭാവന. ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ചെറുകിട കൃഷിക്കാരെല്ലാം കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ തൊഴിൽ ലഭ്യമാകുന്നത്. ആ തൊഴിൽ നഷ്ടപ്പെടുന്നിടത്തേക്കും തന്മൂലം രാജ്യത്ത് പട്ടിണി ഉണ്ടാകുന്നിടത്തേക്കും ജനങ്ങളെ തള്ളിവിടുന്ന സമീപനം എല്ലാവരും ഉപേക്ഷിക്കണം. ഈ സമീപനമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും എന്നത് തർക്കമറ്റ സംഗതിയാണ്. ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. കൃഷിക്കാവശ്യമായ വളങ്ങളും കീടനാശിനികളും എല്ലാം കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിന് ലഭ്യമാക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണമെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് കർഷക ജനസാമാന്യം ശബ്ദമുയർത്തേണ്ടത്. അതിനു വേണ്ടിയാണ് ഒന്നിച്ച് അണിനിരക്കേണ്ടത്.